സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാവുകയാണ്. കേരളം ഒറ്റക്കെട്ടായി കൈകോർത്തപ്പോൾ 30 കോടി രൂപയാണ് പിരിച്ചത്. 3 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. റഹീമിന്റെ മോചനത്തിന് ഇനി വേണ്ടത് 4 കോടി രൂപ മാത്രം. ഫറൂഖ് കോടമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീമാണ് 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്നത്. 2006-ൽ തന്റെ 26-ാം വയസ്സിലാണ് അബ്ദുൾ റഹീം കൊലപാതക കുറ്റത്തിൽ ജയിലിലാകുന്നത്. സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് അബ്ദുൾ റഹീമിന്റെ മാതാവ്. ആരൊക്കാന്ന് പുതിയ പറയാൻ കഴിയുമോ? ഈ നാട്ടിലുള്ളവരും പുറം നാട്ടിലുള്ളവരും അതാൻ്റെ ഭൂമിയിലുള്ളവരൊക്കെ സഹായിച്ചിട്ടല്ലേ ഇപ്പോൾ എൻ്റെ കാര്യസ്ഥാനത്ത് എത്തിയത്. ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ലേ 34 കോടി ഉറുപ്പിയല്ലേ അവർ ചോദിച്ചത്. ഞാൻ വിചാരിച്ചു എന്ത് കാട്ടൂ, ഈ പൈസ ഒന്നും കൊടുക്കാൻ കഴിയില്ല, എൻ്റെ കുട്ടിക്ക് നാട്ടിൽ എത്താൻ കഴിയില്ലാന്ന് വിചാരിച്ചോളാം. ഈ സ്ഥാനത്ത് എത്തിയില്ല. ഇത് കുറഞ്ഞ പൈസ കൂടി ആയി കിട്ടിയാൽ എൻ്റെ കുട്ടീനെ അള്ളാഹു ഇവിടെ എത്തിച്ചു തരും. നിങ്ങളൊക്കെ സഹായം കൊണ്ടിട്ട് ഒന്ന് കാണാനുള്ള രീതി തരട്ടെ. നമുക്കിവിടെ എത്ര എണ്ണണോ പൈസ കിട്ടണമെങ്കിൽ അത് ഇത്രയും നമ്മളെ ഈ നാടുകൊണ്ട് കിട്ടിയില്ലേ. നമ്മളെ റമദാന് രണ്ടിനത് വിളിച്ചിന് വർത്താനം പറഞ്ഞു. ആ വെച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഞാൻ അവിടെ എത്തല്ലേ എന്നൊരു വാക്ക്. തോനെ പറയാനൊന്നും എനിക്ക് കഴിയില്ല. അതേമാതിരി വിറച്ച് കളിക്കും വർത്താനം പറയുമ്പോൾ. ഒന്ന് കാണാനുള്ള രീതി തരട്ടെ എന്ന് കാണിക്കാം. ആ ഉമ്മയുടെ കാത്തിരിപ്പ് അത് യാഥാർത്ഥ്യമാക്കാനായാണ് മലയാളികൾ ഒന്നടങ്കം ഒന്നിക്കുന്നത്. AK അഭിലാഷ് കോഴിക്കോട്ടെ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ നിന്ന് തത്സമയം ചേരുകയാണ്. AK അഭിലാഷ്, നമ്മൾ ഒന്നിച്ചു പിടിച്ചാൽ ആ മോചനം യാഥാർത്ഥ്യമാകും. അതായത് 18 വർഷമായി 2006 മുതൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന ഒരാളെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ, അവിടെ കുടുങ്ങിപ്പോകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ മുന്നിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഒരു സമൂഹം ഒന്നാകെ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ദൗത്യം വിജയത്തിലേക്ക് എത്തുകയല്ലേ? സുജിയ, കഴിഞ്ഞ 18 വർഷമായി, അതായത് 2006 മുതൽ ഈ യുവാവ് സൗദി റിയാദിലെ ജയിലിൽ കഴിയുകയാണ്. ഇയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ജനങ്ങൾ കൈകോർത്തിരിക്കുന്നത്. തലവെട്ടാൻ 3 തവണ കോടതി ഉത്തരവായി. അതിന് പിന്നാലെ തന്നെ പല ഘട്ടങ്ങളിൽ ഇവിടെ ഒരു നിയമസഹായ സമിതി രൂപീകരിച്ചു. ആ നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കേസുകളൊക്കെ നടത്തിയത്. പക്ഷേ ആ കേസുകളൊന്നും രക്ഷപ്പെട്ടില്ല. അവസാന അന്തിമ വിധി എന്ന് പറയുന്നത് തലവെട്ടാൻ തന്നെയുള്ള അന്തിമ വിധിയായിരുന്നു. പക്ഷേ പിന്നീട് നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും മാപ്പ് നൽകാൻ തയ്യാറാണ് എന്ന് ഇവരെ അറിയിക്കുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ 34 കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു സംഖ്യ, വലിയൊരു എമൗണ്ടാണ് അവർ ആവശ്യപ്പെട്ടത്. അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയ തികച്ചും ദുഷ്കരമായ ഒരു നമ്പറാണ് എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അവരുടെ പലതരത്തിലുള്ള സൗഹൃദം അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 34 കോടി രൂപ എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് ഇവർ എത്തി എന്നുള്ള വളരെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രൗഡ് ഫണ്ടിങ്ങിനൊക്കെ നേതൃത്വം നൽകിയ ആളുകളൊക്കെ നമുക്ക് ഇവിടെയുണ്ട്. അവരോട് തന്നെ വിവരങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഈ ഫണ്ടിങ്ങിലേക്ക് എത്താൻ നിങ്ങൾ കഴിഞ്ഞത്? സത്യത്തിൽ ആദ്യം നമുക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഈ 34 കോടിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തും എന്നുള്ളത്. പക്ഷേ 6 കോടി 5 ദിവസം മുമ്പ് 6 കോടി മാത്രമാണ് നമുക്കുണ്ടായിരുന്നത്. പിന്നെ കേരള റിയൽ സ്റ്റോറിയാണ് സത്യത്തിൽ ഇത്. കാരണം കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് നിങ്ങളുടെ അടക്കമുള്ള ചാനലുകൾ നമ്മളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ബ്ലോഗർമാരും വീട് സന്ദർശിച്ച് ഈ വിഷയം കേരള ജനതയ്ക്ക് മുമ്പിലും പ്രവാസികളുടെ മുമ്പിലും കൊണ്ടുവരികയും അവർ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. 1 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ ഈ ഫണ്ടിലേക്ക് തന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ നമ്മുടെ റഹീമിൻ്റെ മോചനത്തിനായി ഈ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമായത്. നമ്മൾക്ക് ആപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 30 കോടിയിലേറെ 30 കോടി 10 ലക്ഷത്തോളം രൂപയാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 34 കോടി രൂപയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത് എപ്പോഴാണ് പ്രഖ്യാപിക്കുക? അത് ഔദ്യോഗികമായി നമ്മൾ പത്രസമ്മേളനങ്ങളും അതുപോലെ തന്നെ ചാനലുകളിലൂടെയൊക്കെ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. ഇപ്പോൾ ഞങ്ങൾ ഇത് 30 കോടിയിലാണ് സ്റ്റോപ്പ് ചെയ്തത്. 34 കോടി ആയിട്ടില്ല. ഈ 30 കോടിയിൽ നമ്മൾ ആപ്പ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള പ്രാദേശികമായിട്ടുള്ള ഫണ്ട് പിരിവുകൾ നടന്നിട്ടുണ്ട്. അവരൊക്കെ നിങ്ങൾക്കറിയാം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 4 കോടി രൂപ ഈ ഇനത്തിൽ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് 30 കോടിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇനിയും 4 കോടി നമുക്ക് എത്താനുണ്ട്. നാളത്തെ ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലേ ഫൈനലായിട്ടുള്ള ഈ വിവരം നമുക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിന് കേരളത്തിലെ സുമനസ്സുകൾ, ചെറിയ കുട്ടികൾ മുതൽ വലിയ പണക്കാർ വരെ വളരെ നന്നായി പ്രവർത്തിച്ചു. ഇത്ര സമയം കൊണ്ട് ഈ ഫണ്ട് എത്തിച്ചതിൽ വളരെയധികം നന്ദിയും കടപ്പാടും ഈ കേരളത്തിലെ സുമനസ്സുകൾക്ക് ഞങ്ങൾ നേരുകയാണ്. 1 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ സംഭാവന ചെയ്തവർ ഇക്കൂട്ടത്തിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്.
പ്രാദേശികമായിട്ട് ഈ നമ്മുടെ ചെറു കുട്ടികൾ വരെ വീടുകളിൽ കയറി പണം സ്വരൂപിച്ചിട്ടുണ്ട്. പള്ളികളിൽ നിന്നിട്ടുണ്ടായിട്ടുണ്ട്, അമ്പലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, ചർച്ചുകളിൽ നിന്നിട്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അല്ലാതെ നമ്മൾ പറയുന്നത് പോലെയല്ല. കേരളത്തിലെ മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളൊക്കെ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്, സഹായിക്കണം എന്ന് പറഞ്ഞു. കേരളം ഒന്നിച്ചു നിന്നു. 34 കോടിയിലേക്ക് ഞങ്ങൾ എത്തുന്നു. ഇതിന്റെ സംഘാടകർ തുടക്കം മുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആപ്പ് കൊണ്ടുവന്നത്. ഈ ആപ്പിലൂടെ ആരൊക്കെ പണം നൽകി, ആരിലേക്കൊക്കെ എത്തി, ആരൊക്കെ നൽകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്താ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുക, ഈ ആപ്പ് തന്നെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഒരു പുതിയൊരു അറിവാണ്. ഈ ആപ്പ് എത്ര പൈസ നമ്മൾ ഇട്ട്, എത്ര പൈസ ആയി, എല്ലാം വ്യക്തമായിട്ട് അറിയുന്നൊരു കേസല്ലേ. പിന്നെ ഇതിൽ പറയേണ്ടത് പറഞ്ഞാൽ ബേബി ചമ്മന്നൂരിൻ്റെ ഒരു സാന്നിധ്യം, അത് വലിയൊരു സാന്നിധ്യമായിരുന്നു. അങ്ങനെ സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. യെസ്, തീർച്ചയായിട്ടും. ബാബു ചമ്മണ്ണൂർ ഇതുമായി വന്നപ്പം തന്നെ ഇതിനൊരു റോൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അതേസമയം 18 വർഷക്കാലമായി അഷ്റഫ് വേങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ KMCC എന്ന സംഘടന വളരെ നന്നായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ആകെത്തുകയാണ് ഈ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. ദൈവം അനുഗ്രഹിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് 28-ന് ഒരുപക്ഷെ റിപ്പോർട്ട് ടിവിയാണ് ദൃശ്യമാധ്യമങ്ങളുടെ ഈ വാർത്ത ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുന്നു, ജനങ്ങൾ ഒന്നാകെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഘട്ടത്തിൽ, അതായത് പൂർണ്ണതയിലെത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വികാരം? വളരെ സന്തോഷം തോന്നുന്നു. കാരണം നാട്ടുകാരായ ഈ കോടമ്പുഴ എന്ന കൊച്ചു ഗ്രാമത്തിൽ ഇത്ര വലിയൊരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമായിരുന്നു. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ തന്നെ വലിയൊരു ക്രൗഡ് ഫണ്ടിങ് ആയിട്ട് ഇത് മാറുകയും അതിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതിൽ വളരെ ആഹ്ലാദചിത്തരാണ്. നിങ്ങൾ ഇവിടെ കാണുന്ന ആളുകളുടെയൊക്കെ മുഖഭാവങ്ങളും ഇവിടുത്തെ ആ ഒരു മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം, ഇവരെല്ലാവരും വളരെ ആഘോഷപൂർവ്വമാണ് ഈ ഫണ്ടിങ് പൂർത്തിയായപ്പോൾ ഇവിടെ എത്തിച്ചേരുന്നതും. ഒരുപാട് സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വീട് സന്ദർശിച്ചു കഴിഞ്ഞു. അവർ എല്ലാവരും ആഹ്ലാദത്തിലാണ്. ഇത് ആഘോഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ ജനത. നിയമപരമായുള്ള എല്ലാ നൂലാമലകളും കഴിഞ്ഞ് റഹീമിന്റെ ഉമ്മയെ കാണുന്ന ദിവസം ഒരുപക്ഷെ ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായിരിക്കും. സുജയ, കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് കേവലം 5 കോടി രൂപ മാത്രമായിരുന്നു സമാഹരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 4 ദിവസത്തിനകം തന്നെയാണ് ഇപ്പോൾ 25 കോടിയിലേറെ രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത്. അതിൽ ഏതാണ്ട് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ എത്തുമ്പോഴത്തേക്ക് ഏതാണ്ട് 10 കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ ആ ഒരു റിയൽ സ്റ്റോറി എന്ന് തന്നെ ഇവർ പറയുന്നത്. ഏതായാലും വലിയ തരത്തിൽ ആഹ്ലാദമായിരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആശങ്കകളൊക്കെ വഴിമാറി. ഞാൻ അഭിലാഷിലേക്ക്